ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ട് ഉള്ള ദൈവവചനമാണ് വെളിപ്പാട് പുസ്തകം 21-1 തൊട്ട് 5 വരെയും 22-3 തൊട്ട് 6 വരെയുമുള്ള ഭാഗത്ത് യോഹന്നാൻ അപ്പോസ്തലൻ പസ്മോസ് ദ്വീപിച്ച് കണ്ടതായ ദർശനം, വരാൻ പോകുന്ന അവസ്ഥയെപ്പറ്റി, ഈ ഭൂമിയും ആകാശവും ഒക്കെ ഒഴിഞ്ഞു പോകും, ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കപ്പെടും എന്നുള്ള ആ സത്യത്തെ അദ്ദേഹം പറയുന്നു. ദൈവത്തിന് സർവ്വവും സാധ്യമാണ്. ഒരു മനുഷ്യൻ ചിന്തിച്ചാൽ അവന് അസാധ്യമാണ്. മനുഷ്യൻ ഒന്നുമില്ല. പക്ഷേ സർവശക്തനായ ദൈവത്തിന് സർവ്വതും സാധ്യമാണ്. ആ വിശ്വാസമുള്ളവർക്ക് മാത്രമാണ് ഈ തിരുവചനം. ഇത് കേൾക്കുകയും ഉൾക്കൊള്ളുകയും വിശ്വസിക്കുകയും ദൈവത്തിൽ ആശ്രയം വയ്ക്കുകയും ദൈവീയ അനുസരണത്തോട് ജീവിതം നയിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് അത് ഉപയോഗപ്രദമായി തീരും. തങ്ങളുടെ ജീവിതം ധന്യതയോട് ആശാപൂർണമായിട്ട് മുന്നോട്ട് വഴി നടക്കുവാൻ തക്കൊന്നിടയാകും. 21-1 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: ഞാൻ യോഹന്നാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനി ഇല്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടു: ഇതാ, മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. അവൻ അവരോടുകൂടെ വസിക്കും. അവർ അവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകയില്ല. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളിച്ചു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്നും അവൻ കൽപ്പിച്ചു. അതേ വാക്യത്തെ വീണ്ടും 22 നാം വരുമ്പോൾ 3 തൊട്ട് 6 വരെ നാം വായിക്കുന്നത്: യാതൊരു ശാപവും ഇനിയും ഉണ്ടാകയില്ല. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിൽ ഇരിക്കും. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവർ അവന്റെ മുഖം കാണും. അവന്റെ നാമം അവരുടെ നെറ്റിയിൽ ഇരിക്കും. ഇനി രാത്രി ഉണ്ടാകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. പിന്നെ അവൻ എന്നോട്, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്ന് പറഞ്ഞു. ഈ സത്യവചനം, ഇത് വിശ്വാസയോഗ്യമാണ്, സത്യമാണ്. ഇത് വരാൻ പോകുന്ന ആ വലിയ നല്ല അനുഭവത്തെപ്പറ്റി പറയുകയാണ്. ഒരു വ്യക്തി ഇഹത്തിൽ ജീവിക്കുമ്പോൾ, ദൈവം തന്നിരിക്കുന്ന ഈ ആയുസ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ, ആ ദൈവത്തിൽ ആശ്രയം വെച്ച്, ആ ദൈവത്തിൽ വിശ്വസിച്ച് തങ്ങളുടെ ജീവിതം നയിക്കുമ്പോൾ, ഇഹത്തിലും ദൈവസ്നേഹത്തിൽ വസിക്കും. അവൻ്റെ ഉള്ളെങ്കിൽ സമാധാനമുണ്ടാകും. അവൻ്റെ ഉള്ളെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകും. മറ്റുള്ളവരെ സ്നേഹത്തോടെ കരുതുകയും അവരെ ഒന്നു ചേർക്കുകയും ചെയ്യുവാൻ ശ്രമിക്കും. അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നിർവ്യാജ സ്നേഹമുള്ള, നിസ്വാർത്ഥതയോടുകൂടി ജീവിതം നയിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ. ഇന്ന് ഇന്ത്യയിലൊക്കെയും അങ്ങനെ നിസ്വാർത്ഥതയോട്, നിർവ്യാജ സ്നേഹത്തോട് പ്രവർത്തിക്കുന്ന അനേകരെ മറ്റ് വ്യക്തി ജീവിതങ്ങൾ വിദ്വേഷത്തോടുകൂടി അവരെ പകയ്ക്കുകയും അവർക്കെതിരായി പ്രവർത്തിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഇത് ലോകത്തിന്റെ നാനാഭാഗത്താണ്, ഇന്ത്യ തന്നെയല്ല. അവിടെയൊക്കെയും ശത്രുവിൻ്റെ ശക്തിയാണ് അധികരിച്ചു കാണുന്നത്. കാര്യം, ഈ ലോകം ശത്രുക്കളാൽ നിറഞ്ഞതാണ്, അന്ധകാരത്താൽ നിറഞ്ഞതാണ്. വെളിച്ചം ഉള്ള ഹൃദയങ്ങൾ കുറഞ്ഞു വരുന്ന കാലഘട്ടം.
അന്ധതയിൽ വസിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ, ചെകിടതയുള്ളവർ. പക്ഷേ ദൈവവചനം ഇന്ന് പറയുന്നത്, നീ കണ്ണു തുറക്കുക, നിന്റെ ചെവി തുറക്കുക, കാണുക. ദൈവത്തിന്റെ മഹത്വത്തെ കാണുവാൻ നിനക്ക് സാധിക്കും, ആ ദൈവത്തെ അറിയുവാൻ സാധിക്കും. എങ്കിൽ നിനക്ക് ആ ദിവസം വരും. ആ തമ്പുരാൻ തിരിച്ചു വരുന്ന ഒരു ദിവസം, സർവ്വതും പുതുതാക്കുന്ന ഒരു ദിവസം, സർവത്തെയും സ്നേഹിക്കുകയും കരുതുകയും സർവത്തിനും നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യും ദൈവം. തിരുവചനം പറയുന്നുണ്ട്, ദുഷ്ടന്മാരിന്മേലും നീതിമാന്മാരുടെ മേലും തൻ്റെ നീതിയെ പ്രവർത്തിക്കുന്ന ഒരു ദൈവം. എല്ലാവർക്കും എല്ലാം നൽകും. പക്ഷേ നീ ദൈവത്തെ അറിയുന്നുവോ? ദൈവത്തിൻ്റെ അടുത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു, നീ ദൈവത്തെ അന്വേഷിക്കുന്നു. നിന്റെ ഹൃദയം എപ്രകാരം, നിന്റെ ജീവിതം എപ്രകാരം? നീ സ്വർഗീയ സമാധാനം കാക്ഷിക്കുന്നു. ദൈവസന്നിധിയിലേക്ക് വന്ന് താഴ്മയോടും വിനയത്തോടും എളിമയോടും അനുതാപ ഹൃദയത്തോടും മാനസാന്തരത്തിന്റെ അനുഭവം ഉളവാക്കുവാൻ ശ്രമിക്കുക. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. അനുദിന ജീവിതത്തിൽ നിങ്ങൾക്ക് നന്മ നൽകി അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ആ